ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളൂ. ഏത് സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എനി ബിസിനസ് ഈസ് സെയിൽസ്. സെയിൽസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ഏത് തരത്തിലാണ് ചെയ്യുക, അങ്ങനത്തെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വാട്സപ്പ് ത്രൂ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുകയാണ് എങ്കിൽ, നമ്മുടെ ബിസിനസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ആൻസർ കൊടുക്കുന്നതെങ്കിൽ കൺവേർഷൻ റേറ്റ് കൂടാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. ഒരു ഡ്രസ് ഷോപ്പാണെന്ന് വിചാരിക്കുക, ആൻഡ് അവർക്ക് ഒരുപാട് പ്രോഡക്ട്സുകൾ അവർക്ക് സ്റ്റോക്കിലുണ്ട്, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് എൻക്വയറീസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ആൻഡ് ഇതിന് അത് രാത്രി പകലൊന്നുമില്ലാതെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ആ ഒരു സംഗതിയിൽ ഒരു AI അസിസ്റ്റൻറ്റിന് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് AI അസിസ്റ്റൻറ്റ് ഈസ് സെൻഡിങ് ദം മെസ്സേജസ് ഓൺ വാട്സാപ്പ്. നമ്മുടെ യൂസർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഫോർ എക്സാമ്പിൾ ഇന്ന സൈസ് അവൈലബിൾ ആണോ, അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ, അപ്പോൾ ഇതിനെല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും ഈ AI അസിസ്റ്റൻറ്റ് കൊടുക്കുന്നത്. ഇതിന് N8 എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഒരുപാട് വർക്ക് ഫ്ലോസും അല്ലെങ്കിൽ കുറേ ടെക്നിക്കൽ സംഗതികളെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് അച്ചീവബിൾ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു നോർമൽ ചാറ്റ് ബോട്ട്സും AI അസിസ്റ്റൻറ്റ് ചാറ്റ് ബോട്ട്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം കാണുന്ന ചാറ്റ് ബോട്ട്സ് എല്ലാം ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ റിപ്ലൈ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു AI ഇൻറ്റഗ്രേഷൻ വരുന്ന സമയത്ത് ദ മെയിൻ ഡിഫറൻസ് ഈസ്, ഈ AI അസിസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വരുന്ന ക്വസ്റ്റ്യനെ മനസ്സിലാക്കി അതിനുള്ള ഒരു ആൻസർ നമ്മുടെ ബിസിനസ്സിനെ പഠിച്ചതിന് ശേഷം ആയിരിക്കും ഈ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നുണ്ടാവും. കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ, ഐ ഗെസ് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ബെനിഫിഷ്യൽ ടു എവറി ബിസിനസ് ഓണേഴ്സ്.